ഒരുനാള് ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു, ക്രിസ്തു വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിച്ചു, എത്രയോ കുർബാനകൾ കണ്ടു, എത്രയോ കുർബാന സ്വീകരിച്ചു. അതിലൂടെയൊക്കെ നമുക്ക് ലഭിച്ച ചൈതന്യം കൊണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ ആ നന്മ ചെയ്ത വ്യക്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുന്നു. ആ പോകുന്ന സമയത്ത് ആ മുടന്തനായ വ്യക്തി യാചിച്ചത്, അവർ പറഞ്ഞു, എനിക്കുള്ളത് ഞാൻ തരും. നമുക്കൊക്കെ ഉള്ളതാണ് കർത്താവ്. ഈ കർത്താവിലൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യുമ്പോൾ ആ നന്മ കിട്ടിയതിന്റെ പേരിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പിന്നെ അവൻ ചെയ്യുന്ന കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടു കൂടി ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സന്തോഷം എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റുള്ളവർ നമ്മുടെ പേര് പറഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മൾ അഹങ്കാരം കൊണ്ട് കൊടുക്കാതിരിക്കുന്ന എന്തോരം കാര്യങ്ങളുണ്ട്. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവര് നമ്മുടെ മുമ്പിൽ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കാണാൻ അതൊരു ഭാഗ്യാട്ടോ. ഞാൻ കാരണം എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക, അതാണ് നമ്മുടെയൊക്കെ വിളി എന്ന് പറയുന്നത്. അതിന് ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കട്ടെ.